ഹലോ, എല്ലാവരും വിശേഷം എന്തൊക്കെയാണ്? നമുക്ക് പഴമായിട്ട് ഒരു പഴം പോലെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ 7 പഴമുണ്ട്. അപ്പോൾ ഞാൻ മൂന്നര പഴം വെച്ചിട്ടോ ഞാൻ 3.5 പഴം നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് ഞാൻ 2 പോള ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഞാൻ അതെങ്ങനെയെന്ന് കാണിച്ചു തരാം. അപ്പോൾ അത് പഴം പോലെ ഞാൻ ഇങ്ങനെ റെഡിയാക്കാറ്. ഇങ്ങനെ പഴം ഇതേപോലെ നുറുക്കിയെടുക്കുക. എന്നിട്ട് അത് പാൻ ചൂടായി വരുമ്പോൾ നെയ്യ് ഒഴിച്ച് നല്ലൊന്ന് വഴണ്ടെടുക്കണം കേട്ടോ. വഴണ്ടെന്ന് വെച്ചാൽ നല്ല വഴണ്ട് വേവണ്ട, പക്ഷെ ഒരു ബ്രൗണിഷ് നിറാവുന്നത് കാണുമ്പോൾ ഇങ്ങോട്ട് എടുക്കുക കേട്ടോ. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ നമുക്കൊരു ഗസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നൊരു പഴംപോള റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് പഴം എടുത്തിട്ട് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പഴംപോള എല്ലാവർക്കും അറിയുന്നുണ്ടാവും, അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മളെ വീഡിയോസ് കാണുന്നവർ നമ്മളൊന്ന് സപ്പോർട്ടാക്കുക, സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പോൾ ഏകദേശം നമ്മളുടെ പഴം വഴണ്ട് വന്നിട്ടുണ്ട്. ഞാൻ അപ്പോൾ ഇതെങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് പഴം അവിടെ കിടന്നാവുന്നതിന് സമയം നമുക്ക് ഇതിലേക്കുള്ള ബാറ്റർ റെഡിയാക്കാം. അപ്പോൾ ഞാൻ 3 കോഴിമുട്ട ഉണ്ട് അതിലേക്ക് എടുത്തേക്കണത്. 2 പഴമാണെന്നുണ്ടെങ്കിൽ 2 കോഴിമുട്ട, 3 പഴമാണെന്നുണ്ടെങ്കിൽ 3 കോഴിമുട്ട, അങ്ങനെയാണ് ഞാൻ സാധാരണ എടുക്കാറ്. അപ്പോൾ ഞാൻ മുട്ടയൊക്കെ ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇതിലേക്ക് ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചത് എൻ്റെ അടുത്തുള്ളത് കാരണം ഞാൻ അതാണ് ഇട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏലക്കായ ചതച്ചിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ചില ആൾക്കാർ വാനില എസൻസ് ഒക്കെ ഒഴിച്ച് കൊടുക്കും. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഞങ്ങൾക്ക് ഏലക്കായന് ഞാൻ ഇട്ടെടുക്കാറ്. അപ്പോൾ ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചത് എൻ്റെ അടുത്തുള്ളത് കാരണം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് അങ്ങനെ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഏലക്കായ മാത്രം കുത്തിയിട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് പഞ്ചസാര, മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ടത് നല്ലോണം മിക്സ് ചെയ്യുക. പിന്നെ ഞാൻ ഇതിലേക്ക് കരിഞ്ചീരകവും എള്ളോ ചേർത്ത് കൊടുക്കാറുണ്ട്. പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ തന്നെ ചെയ്യാം. കരിഞ്ചീരകം ചില ആൾക്കാർ ചേർക്കാറില്ല കേട്ടോ, പക്ഷെ ഞാൻ കരിഞ്ചീരകം ചേർക്കാറുണ്ട്. അപ്പോൾ എനിക്ക് അതിൻ്റെ ഫ്ലേവർ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ ആർക്കും കുഴപ്പമൊന്നുമില്ല, എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മളെ പഴമൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഒക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഈ പാനിൽ തന്നെ കേട്ടോ ഞാൻ ബേക്ക് ചെയ്യാൻ വെക്കുന്നതും. അപ്പം നമുക്ക് ഇതിന് ഇത് വേറെ പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് സിമ്പിളാണ് ഉണ്ടാക്കാൻ. നമ്മൾ പഴംപൊരി മാതിരി ഇങ്ങനെ എണ്ണയിൽ ഇങ്ങനെ മുക്കി പൊരിച്ച് ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലതാണ് ഇത്. കുറച്ചും കൂടി ഹെൽത്തിയാണ്, എളുപ്പമാണ്. ഇനി കുറേ സമയം നിൽക്കേണ്ട ആവശ്യമില്ല. ഇത് പെട്ടെന്ന് ആവും ചെയ്യും. അപ്പം ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ഈ പഴമൊക്കെ ഇതിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കിതാ ബാറ്റർ ഇട്ട് കൊടുക്കുക കേട്ടോ. ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ കരിഞ്ചീരകം ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കരിഞ്ചീരകം കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് ഇപ്പം നമ്മൾ വാട്ടിയെടുത്ത പഴം കൂടി ഇട്ടിട്ട് നല്ലൊന്ന് മിക്സാക്കി നല്ലൊന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. നല്ല ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പാനിലേക്ക് ചൂടായ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നെയ്യ് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ചുറ്റിച്ചെടുക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് വിട്ട് കിട്ടാൻ ചിലതിങ്ങനെ ഒട്ടി പിടിക്കും. അപ്പോൾ പിന്നെ പണി പാളും. അപ്പോൾ അത് ശ്രദ്ധിക്കുക ചെയ്യുമ്പോൾ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ മറിച്ചിടുമ്പോഴാണ് പിന്നൊരു പണി. അപ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര ബുദ്ധിമുട്ട്. കുറച്ചും കൂടി വീതിയുള്ളൊരു പാനാണെന്നുണ്ടെങ്കിൽ നല്ല സുഖത്തിൽ എടുക്കുക കേട്ടോ. എൻ്റെ അടുത്തിപ്പോൾ അങ്ങനത്തെ ഒരു പാനില്ല. അപ്പോൾ ഞാൻ എപ്പോഴും ഇതിൽ തന്നെ ചെയ്യാറ് കേട്ടോ. ഇതിൽ നിന്ന് കുറച്ചിങ്ങനെ മറിച്ചെടുക്കാൻ കുറച്ച് ടാസ്ക്കാണ്. അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, പൊട്ടിപ്പോവാതെ കിട്ടണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് കഴിക്കാൻ പൊട്ടിങ്ങനെ വെച്ചിട്ടൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മളിങ്ങനെ ഒരു പ്ലേറ്റിൽ ഇങ്ങനെ ഇടുമ്പോൾ ഒരു ഭംഗിയൊക്കെ വേണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് പൊട്ടാതെ കിട്ടിയാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഞാനിതാ ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നെയ്യൊക്കെ ഒഴിച്ച് നല്ലൊന്ന് ചുഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ, ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് മതി കേട്ടോ. ഒരു ഭാഗം വെന്ത് കിട്ടാൻ പെട്ടെന്നാവും. മുട്ടായത് കാരണം അധിക സമയമൊന്നും വേണ്ട. എന്നിട്ട് ഞാനൊന്ന് നല്ലൊന്ന് സെറ്റാക്കി എല്ലായിടത്തൊന്നും ഒരേപോലെ ആക്കി വെച്ച് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ പഴമൊക്കെ ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ട്, അതൊക്കെ ഒന്ന് നമ്മൾ കയ്യിൽ വെച്ചിട്ട് തവി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് സെറ്റാക്കി കൊടുക്കുക. എന്നിട്ട് മൂടി വയ്ക്കുക. സിമ്മ് കുറച്ചിട്ട് ഞാൻ
അടുപ്പൊന്ന് അങ്ങോട്ട് മാറ്റിട്ടോ. ഇവിടെ ഈ അടുപ്പത്ത് നല്ല തീ കൂടുതലാണ്. അപ്പോൾ ഞാൻ അത് നടുക്കത്തെ അടുപ്പത്തിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പം തന്നെ ഞാനിതാ ഒരു ഭാഗം മറിച്ചിട്ടാണ് കേട്ടോ. ഇത് ക്യാമറയിൽ കാണുന്നില്ല, പക്ഷേ കുഴപ്പമില്ല, ഇതെങ്ങനെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് പൊട്ടാതെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചിട്ട് മറ്റേ ഭാഗം കൂടി ഒന്ന് സെറ്റാക്കിയിട്ടെടുക്കട്ടോ. അതും ഒരു 5 മിനിറ്റിൻ്റെ കാര്യം ഉണ്ടാവുള്ളൂ. ആ ഭാഗം കൂടി ഒന്നുണ്ട് വെന്ത് അവിടെ ഒന്ന് സെറ്റായി കിട്ടിയാൽ നമ്മളെ പോള ഇവിടെ റെഡി ആയിട്ടാണ്. ഇത് മാത്രമാണ് ടാസ്ക്കായിട്ട് തോന്നുന്നത് നമുക്ക്. അത് കുഴപ്പമില്ല, കുറച്ച് വലിയ പാൻ എടുക്കണമെങ്കിൽ അതൊന്നും ഈസി ആയിട്ട് തോന്നും കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുത്ത് അതൊക്കെ ഒന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ കാണിച്ചു തരാം. പൊട്ടിയിട്ടൊന്നുമില്ല കേട്ടോ, അതിലേക്ക് ഇട്ടതൊന്നും പൊട്ടിയിട്ടില്ല. അപ്പോൾ നമ്മളത് പൊട്ടാതെ കിട്ടിയിട്ടുണ്ട്. ചിലത് നമ്മൾ മറിച്ചിടുമ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോവും. ഭയങ്കര സോഫ്റ്റായ കാരണം വേഗം പൊട്ടും. പ്രത്യേകിച്ച് മുട്ടയും പഴം കൂടി ആകുമ്പോൾ അത് പൊട്ടാൻ വളരെ സാധ്യത കൂടുതലാണ്. അപ്പം ഇത് ശ്രദ്ധിച്ച് ചെയ്യട്ടോ. അപ്പോൾ ഇതാ ഇത് നമ്മളിതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ തന്നെ നല്ല സുന്ദരിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ആക്കട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.